ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ അംബിയ 62 മുതൽ 65 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാലൂ അഅൻത, ഇവിടെ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ നാം മനസ്സിലാക്കിയതുപോലെ ഖാലു, ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. ഖാലു എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണം. അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി ഹംസ വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം. ദീർഘാക്ഷരത്തിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി ഹംസ വന്നു. അഅൻത ഫഅൽത, അഅൻത, ഇതിൽ 2 ഹംസകൾ തുടരെയായി വരുന്നു. പലപ്പോഴും അഅൻത എന്നൊക്കെ ആളുകൾ തെറ്റിച്ച് പാരായണം ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹംസ ക്ലിയറാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം. അഅൻത, അഅൻത എന്ന പദത്തിലെ സാക്കിനത്തായ നൂനും ശേഷം താഉമാണ് വന്നിട്ടുള്ളത്. അവിടെ നൂനിനെ മറച്ചു മണിച്ചുച്ചരിക്കണം. ഇഖ്ഫ ഹഖീഖി നൽകണം. അഅൻത ഫഅൽത ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം. ഇതിൽ യാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഇബ്രാഹിം എന്നതിലെ റായിനും തഫ്ഖീം കൊടുക്കണം, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും. ഇബ്രാഹിം തഫ്ഖീം ചെയ്യേണ്ട സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട പ്രത്യേകമായ അക്ഷരങ്ങൾ നാം എടുത്തു പറഞ്ഞു. അവയല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖാല ബൽ ഫഅലഹു കബീറുഹും, ഖാല ഇതിൽ വീണ്ടും ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാല ബൽ ഫഅലഹു കബീറുഹും, റായിന് തഫ്ഖീം കൊടുക്കണം. കബീറുഹും സാക്കിനത്തായ മീം വന്നിട്ടുണ്ട്. ഇദ്ഹാർ ഷഫവി നൽകി, ഇദ്ഹാർ ഷഫവി നൽകി മീമിനെ വെളിവാക്കേണ്ടതാണ്. ഖാല ബൽ കബീറുഹും ഹാദാ ഫസ്അലൂഹും, ഇവിടെയും ഹംസയെ വ്യക്തമാക്കണം. ഫസ്അലൂഹും, ഫസ്അലൂഹും എന്നൊന്നും അവ്യക്തമാക്കി അല്ലെങ്കിൽ ഹംസയെ തീരെ ഉച്ചരിക്കാതെ പാരായണം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. വ്യക്തമായി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഹംസ. ഷിദ്ദ എന്ന സിഫത്ത് അതിനുള്ളതാണ്. ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും, ഫസ്അലൂഹും ഇൻ കാനൂ, ഫസ്അലൂഹും വീണ്ടും സാക്കിനത്തായ മീം ആവർത്തിക്കുന്നു. ഇദ്ഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി മീമിനെ ഉച്ചരിക്കുക. ഇൻ കാനൂ സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം. മണിക്കലിൽ തർക്കീഖാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ അൻത എന്ന പദവും നാം മനസ്സിലാക്കി. അവിടെയും നൂനിൻ്റെ മണിക്കലിൽ തർക്കീഖുണ്ട്. എന്നാൽ അടുത്ത പദം ശ്രദ്ധിക്കൂ. യൻതിഖൂൻ, ഈ പദത്തിലും സാക്കിനത്തായ നൂന് വന്നിട്ടുണ്ട്. ശേഷം ത്വാ ആണ് വന്നിട്ടുള്ളത്. ത്വാ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ നൂനിൻ്റെ മണിക്കലിലും തഫ്ഖീം വേണം. യൻ എന്ന് നേർപ്പിക്കരുത്, മറിച്ച് യൻതിഖൂൻ. ശേഷം വന്ന ഖാഫിനും തഫ്ഖീമുണ്ട്. ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. യൻതിഖൂൻ ഫറജഉ, റായിന് തഫ്ഖീം കൊടുക്കണം.
റജഊ ഇലാ, ഇവിടെയൊക്കെ ദീർഘാക്ഷരങ്ങളായ വാവിനെയും അലിഫിനെയും മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഫറജഊ ഇലാ അൻഫുസിഹിം, അൻഫുസിഹിം സാക്കിൻ താനൂനും ശേഷം ഫാഉം ഇഖ്ഫ നൽകി അവ്യക്തമാക്കി മണിക്കുക, മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖാണ് നൂനിന് ഉണ്ടാവുക. ഫഖാലു, ഖാഫിനും അലിഫിനും തഫ്ഖീം, ഫഖാ ഖാ എന്ന ശബ്ദം. ഫഖാലു, ഇതിലുള്ള വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇന്നകും അൻതുമുൽ ളാലിമൂൻ, ഇന്നക്കും നൂൻ മുഷദ്ദദയെ മണിക്കണം, ഷദ്ദുള്ള നൂനിനെ മണിച്ചുച്ചരിക്കുക. അൻതും എന്ന പദത്തിൽ സക്കിനത്ത നൂനും ശേഷം താഉമാണ്. ഇഖ്ഫ ഹഖീഖി, മറച്ചു മണിച്ച് നൂനിനെ ഉച്ചരിക്കുക. നൂനിൻ്റെ മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അൻതുമുൽ ളാലിമൂൻ, ളാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ളാ, അതിനെ അലിഫ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ അതിനും തഫ്ഖീം. അദ്ദാലിമൂൻ. സുമ്മ നുകിസു, ഇവിടെ മീം മുഷദ്ദദ, സുമ്മ ഷദ്ദുള്ള മീമിനെ മണിക്കുക, ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. നുകിസു അലാ റൂസിഹിം, റാഇനും തഫ്ഖീം കൊടുക്കണം. അലാ റൂസിഹിം, സാക്കിനത്ത മീമുണ്ട്, അതിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അലാ റൂസിഹിം, റാഇന് തഫ്ഖീം തടിപ്പിക്കണം റാഇന്. അലാ റൂസിഹിം ലഖദ് അലിംത, ലഖദ്, ഖാഫിന് തഫ്ഖീം ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, തടിപ്പിക്കുക. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കുക. ലഖദ് അലിംത, സാക്കിനത്ത മീമിൻ ഇദ്ഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. ലഖദ് അലിംത മാ ഹൗലാ, ഇവിടെ 2 ദീർഘങ്ങളുണ്ട്. ഹ എന്നതിലെ ദീർഘം അത് മുൻഫസിലാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. എന്നാൽ രണ്ടാമത്തെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. മാ ഹൗലാഇ യൻതിഖൂൻ, വീണ്ടും ഈ പദം ആവർത്തിക്കുന്നു. യൻതിഖൂൻ, സാക്കിനത്ത നൂനിനെ മണിച്ച് അവ്യക്തമാക്കി ഉച്ചരിക്കണം. അതിൽ തഫ്ഖീം വേണം, ത്വാ ആണ് ശേഷമുള്ളത് എന്നതുകൊണ്ട്. യൻതിഖൂൻ, ശേഷം ഖാഫും വന്നിട്ടുണ്ട്. ദമ്മ നൽകപ്പെട്ട ഖാഫിനും നിസ്ബിയ തഫ്ഖീം കൊടുക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم؟ قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء